നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് എനർജി എന്താണെന്നുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ, എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഉള്ള ആളുകളായിക്കോട്ടെ, എല്ലാവർക്കും ഈ റീഡിംഗ് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് പേഴ്സ് റീഡിംഗ് ആവശ്യമുണ്ടെങ്കിലും മുകളിൽ കൊടുക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി ഇരുന്നിട്ട് റീഡിംഗ് കാണാം. ദ വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. അതായത് ഈ റിലേഷനിൽ ഒരു കാർമിക് സിറ്റുവേഷൻ വരുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലിപ്പം ഇഷ്യൂസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ടാവാം. എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രശ്നം ഉണ്ടാകുന്നതെന്ന് മനസ്സിലാവാത്ത രീതിയിൽ പ്രശ്നങ്ങൾ നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ്, നിങ്ങളുടെ പേഴ്സണെ മനസ്സിലാവാതെ പോകുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണെ മനസ്സിലാവാതെ പോകുന്നത്, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ റിലേഷനിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്നുണ്ട്. അത് നിങ്ങളുടെ റിലേഷൻ്റെ ആ ഒരു സ്ട്രെങ്ത്, ആ ഒരു ബോണ്ടിങ് നഷ്ടപ്പെടുത്തുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. 7 ഓഫ് സോഴ്സ് എനർജിയാണ്. മാത്രമല്ല, മുൻപ് നിങ്ങൾ തമ്മിൽ വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മുൻപ് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ ബേസ് ചെയ്ത് കൂടി ഇഷ്യൂസ് ഉണ്ടാവുന്നു, അല്ലെങ്കിൽ ആ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വീണ്ടും സംസാരിക്കുന്നു, അതേക്കുറിച്ച് സംസാരിച്ച വിഷയങ്ങളാവുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് നിങ്ങളുടെ പേഴ്സണൽ മനസ്സിൽ നിന്ന് നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാവുമ്പോൾ, അതായത് മുൻപ് ഉണ്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ അതുപോലെ അവർ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതൊക്കെ വീണ്ടും വീണ്ടും റിലേഷൻ്റെ കാര്യം സംസാരിക്കും, അല്ലെങ്കിൽ ഇപ്പോഴൊരു പ്രശ്നം ഉണ്ടാവുമ്പോൾ അതെടുത്തിട്ട് സംസാരിക്കുന്നു, അത് വീണ്ടും ഒരു വിഷയമാക്കി മാറ്റുന്നു എന്നുള്ളൊരു പ്രശ്നം ഇവിടെ വരുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ. 5 ഓഫ് കപ്സ് എനർജിയാണ്. ഇവിടെ സത്യത്തിൽ നിങ്ങൾ ഈ റിലേഷനിൽ നിങ്ങൾ വളരെ നിരാശയിലാണ്. മാത്രമല്ല, നിങ്ങൾ ആഗ്രഹിച്ച സ്നേഹം കിട്ടാതെ പോയതിൻ്റെ ഒരു ഇവിടെ എല്ലാം തകർന്ന ഒരു മൈൻഡ് സെറ്റിലാണ് നിങ്ങൾ നിൽക്കുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച സ്നേഹം കിട്ടുന്നില്ല, നിങ്ങളെ ആൾ മനസ്സിലാക്കുന്നില്ല, നിങ്ങൾ വിചാരിച്ച പോലെ റിലേഷൻ കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അതിൻ്റെ ഒരു നിരാശയിൽ കൂടെ നിങ്ങൾ കടന്നു പോകുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത് കേട്ടോ. ദ ഹാങ്ഡ് മാൻ ആണ്. ഇവിടെ സ്റ്റെക്കാണ് ഈ റിലേഷൻ ഇപ്പോഴ് എന്നാണ് കാണിക്കുന്നത്. ഇതിപ്പം ഈ ഒരു സിറ്റുവേഷനിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു മൂവ്മെന്റ് ഇല്ലാതെ, ഇത് എൻഡ് ആയെന്ന് ചോദിച്ചാൽ എൻഡ് ആയിട്ടില്ല, എന്നാൽ ഇത് റീസ്റ്റാർട്ട് ചെയ്യോ, ഇതിലൊരു ചേഞ്ച് വരുമോ എന്നുള്ള ഒരു പ്രതീക്ഷയില്ലാതെ നിൽക്കുന്ന ഒരു എനർജിയാണ്. സത്യത്തിൽ ഈ റിലേഷൻ ഇപ്പം എന്താണ് ഇതിൻ്റെ അവസ്ഥ എന്ന് രണ്ടുപേർക്കും മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ഭാഗത്തു നിന്ന് ആക്ഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇത് മുന്നോട്ടൊരു ആക്ഷൻ ഉണ്ടാവോ, ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ, ഇത് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് എടുക്കാൻ പറ്റുമോ എന്ന് അറിയാതെ നിൽക്കുന്ന ഒരു എനർജി, ഒരു സ്റ്റെക്ക് എനർജിയിലെ റിലേഷൻ നിൽക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. 9 ഓഫ് വാൻസ് എനർജിയാണ്. ഇവിടെ കൺഫ്യൂഷനാണ്. നിങ്ങൾ വിചാരിക്കുന്നത് ഈ ഒരു റിലേഷൻ ഇനി മുന്നോട്ട് പോകാൻ ചാൻസ് ഇല്ല, ഇതിവിടെ എൻഡായി എന്നുള്ളൊരു വിഷമത്തിൽ നിങ്ങൾ നിൽക്കുന്ന എനർജിയാണ് കാണിക്കുന്നത് കേട്ടോ. 3 ഓഫ് സോഴ്സ് എനർജിയാണ്. ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതിനെ ഫേസ് ചെയ്യാം, അത് റെഡിയാക്കി എടുക്കാം എന്നുള്ളൊരു വിശ്വാസത്തിൽ തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇവിടെ നിൽക്കുന്നത്. അവർ ഈ റിലേഷനിൽ ഇപ്പോഴും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇവിടെ ഒരു ചേഞ്ച് കൊണ്ടുവരാൻ പറ്റും. ഇപ്പോഴുള്ള പ്രശ്നങ്ങളൊക്കെ മാറും, ഫ്യൂച്ചറിൽ നന്നായിട്ട് വരും. ഇപ്പോഴും ഉണ്ടാവുന്ന പ്രശ്നങ്ങളെ അതത്ര മെയിൻഡ് ആക്കേണ്ട കാര്യമില്ല, അതത്രയും പ്രശ്നമാക്കേണ്ട കാര്യമില്ല എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ. അവർ വിഷയങ്ങളൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഒന്ന് ഡൗൺ ആയി പോകുന്നുണ്ടെങ്കിലും വീണ്ടും അവർ ആ ഒരു എനർജി തിരിച്ചു പിടിച്ച് റിലേഷനിലോട്ട് വരാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ചില സമയത്ത് അവർ കംപ്ലീറ്റ്ലി ഡൗൺ ആയി പോകും. നിങ്ങൾ പല കാര്യങ്ങളും മുൻപ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്ത് വിഷമിക്കും. പിന്നീട് അവർ റിലേഷനിലോട്ട് വീണ്ടും ആക്ഷൻ ഇടുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. 2 ഓഫ് പെന്റിക്കിൾസ് ആണ്. കൺഫ്യൂഷൻ ആണ്. ഇപ്പോഴും അവരൊരു കൺഫ്യൂഷനിലാണ്, ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത രീതിയിൽ നിൽക്കുന്ന എനർജിയാണ്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ നിൽക്കുന്ന എനർജിയാണ്. പക്ഷേ മുന്നോട്ടൊരു ആക്ഷൻ ഉണ്ടാവും എന്ന് തന്നെയാണ് കാണിക്കുന്നത്. 4 ഓഫ് പെന്റിക്കിൾസ് എനർജിയാണ്. ഇവിടെ അവരുടെ ഇമോഷൻസ് ഇപ്പോൾ കൺട്രോൾ ചെയ്യുന്നുണ്ട്. നിങ്ങളിലേക്ക് ഒരു ആക്ഷൻ എടുക്കാതെ എന്താണ് ചെയ്യേണ്ട റിലേഷനിൽ എന്ന് ആലോചിക്കുന്ന ഒരു എനർജിയാണ്. എന്തായാലും ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഇവിടെ ഈ റിലേഷനിൽ വീണ്ടും ട്രൈ ചെയ്യണം എന്നുള്ള ഒരു എനർജി തന്നെയാണ് നിൽക്കുന്നത്. ഇപ്പോൾ തൽക്കാലത്തേക്ക് ഒരു ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഒരു റീസ്റ്റാർട്ട് ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത് കേട്ടോ. അവരുടെ മെസ്സേജ് നോക്കാം.
പാഷൻ എന്ന് കാണിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഈ പാഷനാണ് ഈ റിലേഷനെ നിലനിർത്തുന്നത് എന്നുള്ളതാണ് കേട്ടോ. ഈ റിലേഷൻ നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെടുത്താതെ ലൈഫിലോട്ട് ചേർത്ത് നിർത്തുന്നത് ഈ ഒരു പാഷനാണ് എന്നാണ് കാണിക്കുന്നത്. സ്പാർക്ക് എന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങളോട് തോന്നിയിട്ടുള്ള ഒരു അട്രാക്ഷൻ, ആ ഒരു കണക്ഷൻ ഒന്നും അവരുടെ ലൈഫിൽ അവർക്ക് ആരോടും തോന്നിയിട്ടില്ല. അത്രയും ഡെപ്തിലൊരു സ്നേഹം നിങ്ങളോട് നിങ്ങളെ പേഴ്സണ് തോന്നുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. സൈലൻസ് എന്ന് കാണിക്കുന്നുണ്ട്. ഇപ്പം മിണ്ടാതിരിക്കുന്നതാണ് ഇപ്പോൾ നല്ലത്. അല്ലെങ്കിൽ ഈ റിലേഷനിൽ ഇങ്ങനെ വഴക്കുണ്ടാവുന്ന സമയത്ത് ഒന്ന് കൂളായി നിൽക്കാം, ഒന്ന് മാറി നിൽക്കാം, അതായിരിക്കും ബെറ്റർ. അതിനുശേഷം രണ്ടുപേരുടെ ആ ഒരു മനസ്സൊന്ന് ശാന്തമായതിനു ശേഷം റിലേഷനോട് തിരികെ വരാം എന്നൊരു എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോഴുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് ക്ലോസ് കൂടി നോക്കാം. പൂരുട്ടാതി, ജൂലൈ, ലെറ്റർ ടി, അശ്വതി, ഉത്രാടം, 1986, നവംബർ, ഫെബ്രുവരി, ഒക്ടോബർ, മകീരം, ഡിസംബർ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.